ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്ളോഗാണ്, ഒരു റാൻഡം ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഹൈസ്വീപ്പിൻ്റെ സ്കൂട്ടറൊക്കെ എടുത്ത് കാറിൻ്റെ ഡിക്കിയിലിട്ടിട്ടുണ്ട്. എവിടെ പോകുന്നു? നമ്മൾ ബീച്ചിൽ അല്ലേ? ആ, എന്തിനാ പോകുന്ന ബീച്ചിൽ? മാംഗോ തിന്ന. അതിനാ ബീച്ച് പോകുന്നേ? എന്നാ ഇവിടുന്ന് വാങ്ങി കൊടുത്ത എനിക്ക് മാംഗോ. വേറെ എന്തിനാ പോകുന്ന? ഹോസിന്റെ മേലെ കയറാനല്ലേ? ഹോസ് ഉണ്ടായാൽ മതിയല്ലോ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഈവനിങ് ഒന്ന് ബീച്ചിലൊക്കെ കറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ അടുത്തുള്ള ബീച്ചിലോട്ട് നമ്മൾ പോകണം, ചാലിയം ബീച്ചിലോട്ട്. ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും എൻ്റെ ഫ്രണ്ട് ശ്രുതിയും കൂടെ പോയത്. ഇന്ന് ഞങ്ങള് നേരത്തെ ഇറങ്ങണം വിചാരിച്ചാണ്, പക്ഷെ ഇപ്പം അഞ്ചരയൊക്കെ ആവാറായിട്ടുണ്ട്. 5:30 ആയോ 5 മണിയോ അങ്ങനെ എന്തോ ആണ് സമയം ആയിട്ടുണ്ട്. സോ നമ്മൾ പോവുകയാണ്. അപ്പം എന്താ, നമ്മൾ ഐസിന്റെ സ്കൂട്ടറൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛനെ അവിടെ നിന്ന് വണ്ടിയൊക്കെ ഓടിക്കുക എന്നുള്ളൊരു വിചാരിച്ചിട്ട് എന്താവുന്നൊന്നും അറിയില്ല. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു കടയിൽ നിർത്തിയതാണ് ഐസ് ബേബിക്ക്. വീട്ടിൽ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് എത്തിയിട്ടുള്ളൂ. ഐസ് ബേബിക്ക് എപ്പോഴാണ് വെള്ളത്തിൽ നയിച്ച് ഒരു കടയിലൊക്കെ നിർത്തി വെള്ളം വാങ്ങി വെച്ചുകൊണ്ട്. നമ്മുടെ വണ്ടിയുടെ കാറ്റ് കുറവാണ്, ടയറിന്റെ കാറ്റ് കുറവാണ്. വണ്ടീന്റെ ടയറിന്റെ കാറ്റ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ കാറ്റടിക്കാം എന്ന് വിചാരിച്ചിട്ട് പഞ്ചർക്കിടയിൽ വന്നിരിക്കുകയാണ്. ഹൈസിക്ക് ഒരു താല്പര്യമില്ല തോന്നുന്നല്ലേ പോവാന്. ഞാനൊരു പഞ്ചർക്കടയിൽ വന്നിരിക്കണം. അങ്ങനെ ടയറിന് കാറ്റൊക്കെ അടിച്ച് നമ്മുടെ നേരെയുള്ള ലക്ഷ്യം നമ്മുടെ ചാലിയം ബീച്ചിലോട്ടാണ്. ആ ഒരു ബീച്ച് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, നല്ല വൈബാണ്. ഒരു വലിയ തിരക്കും ഉണ്ടാവില്ല നമ്മൾ കോഴിക്കോട് ബീച്ച് പോലെ. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു സൺസെറ്റൊക്കെ ഇങ്ങനെ കാണാനുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. ഞാൻ ഇതിനേക്കാളും കുറച്ച് മുമ്പ് അവിടെ എത്തണം എന്നാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ എങ്ങനെയൊക്കെയോ സ്വാഭാവികം ലേറ്റായി. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബീച്ചിൽ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ലൊരു റിലാക്സേഷനാണ്. പിന്നെ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വണ്ടി കാറ് പോകില്ല കേട്ടോ, സ്കൂട്ടറൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈസിൻ്റെ സ്കൂട്ടർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ആ ഒരു നമ്മൾ നടക്കുന്ന ആ ഒരു പാത്ത് കൂടെ അവന് നല്ലൊരു ഒരു റൈഡൊക്കെ വൈബ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അവന് ഭയങ്കരമായിട്ട് വൈബ് ചെയ്ത് നല്ല റൈഡൊക്കെ പാസ്സാക്കി പോകുന്ന വഴിക്ക് ഇതാ നമ്മൾ ലക്ഷ്യം ഈ ഹോസാണ്. അവന് കുതിര സവാരി നടത്താണെന്ന് കുറേ ദിവസം എൻ്റെ അടുത്ത് പറയുന്നു. അവൻ കുറച്ചും കൂടി ചെറുതാവുന്ന സമയത്ത് നമ്മൾ കാലിക്കറ്റ് പോയപ്പം ഇതേപോലെ കുതിരൻ്റെ മുകളിൽ കയറ്റിണ്ടായിരുന്നു കേട്ടോ. അപ്പം അവന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് വീണ്ടും ഇവിടെ ഞാൻ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ കൊണ്ടുപോകാം, അവൻ്റെ കാര്യം നടക്കും, നമുക്കൊരു ഈവനിങ് ഒരു വൈബ്, ഒരു ചായ ടീ ടൈമൊക്കെ ആവല്ലോ. പിന്നെ നല്ലൊരു ചായ കുടിച്ചു. കല്ലുമ്മക്കായും എനിക്ക് കരിഞ്ഞ കല്ലുമ്മക്കായാണ് കിട്ടിയത് ഗൈസ്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ കുതിര സവാരിയിലോട്ടാണ് അടുത്ത പോക്ക്. ഇപ്രാവശ്യം കയറുമ്പോൾ അവന് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. അന്ന് ഒന്നും കൂടി കുഞ്ഞായിരുന്നു കേട്ടോ അവന്. അപ്പം അതുകൊണ്ട് അങ്ങനെ അറിയില്ലല്ലോ പേടി എന്താണെന്നുള്ളത്. ഇപ്രാവശ്യം ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ആൾ ഓക്കെ ആയി. അങ്ങനെ ഈ കുതിര സവാരി നടത്തുമ്പോൾ സാധാരണ ഞങ്ങൾ ബാക്കിൽ പോകാറുണ്ട്. ഇപ്രാവശ്യം ഹേസലിനെ എടുത്തിട്ട് ബാക്കിൽ പോകാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റക്ക് ചെയ്ത് നിന്നു. തിരിച്ച് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് അവൻ തിരിച്ചെത്തി. അവന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട്, എനിക്ക് പേടിയുണ്ടായിരുന്നു മമ്മ ഞാൻ വീണ് പോകുമെന്നുള്ളത് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൻ്റെ റൈഡ് അവൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓൾറെഡി അവന് കാറുണ്ടായതുകൊണ്ട് അവൻ ഈ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്, അതുകൊണ്ട് വലിയ പേടിക്കാനില്ല. പിന്നെ നല്ല കാറ്റുകൊണ്ട് നോക്കി എൻ്റെ മുന്നിലേക്ക് മൊത്തം അലമ്പായിരുന്നു കേട്ടോ. പിന്നെ ഹേസൽ ആകെ ടയേർഡായിട്ട് കരയാൻ തുടങ്ങി. പിന്നെ അവൾക്ക് മാറി നിന്നിട്ട് ഫീഡ് ചെയ്തു. പിന്നെ കുറച്ച് ഉപ്പിലിട്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സ്കൂട്ടറിൽ ചാർജ് തീരുമെന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ആ ചാർജൊന്നും തീർന്നിട്ടില്ല. അതേ സ്പീഡിൽ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടെത്തി. അതേപോലെ വണ്ടിയിലൊക്കെ വെച്ചു. പിന്നെ അപ്പോഴേക്കും ഹൈസി ബേബി പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും വീണ്ടും ഉറക്കിൻ്റെ മൂടെത്തിയിട്ട് ആൾ ഉറങ്ങിപ്പോയിട്ടോ. അവന് ശരിക്കും എൻജോയ് ചെയ്തിട്ടോ ഈ ഒരു ഈവനിങ് ടൈം. പിന്നെ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയാൽ വന്നിട്ട് പുറത്ത് പോയത് ഇതുപോലെ ഒന്ന് ഫാമിലിയായിട്ട് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചാൽ പകുതി സമാധാനമാകും. അപ്പം വെറുതെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒന്നും കൊണ്ടും ബെറ്റർ അതാണ് കേട്ടോ. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.